അസ്സലാമു അലൈക്കും. നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മാട്ടുമണ്ണിൽ മഹലിൽ ഫറൂഖ് സുന്നി മസ്ജിദിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ ഈ പള്ളിക്കയിൽ ഇപ്പം എത്രയും ആൾക്കാർ ഈ സമയത്ത് കുട്ടികൾ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 40 ദിവസം സുബൈക്ക് തുടർച്ചയായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദ് അങ്ങനെ ഒരു പദ്ധതി ഇട്ട്, അങ്ങനെ ഇതിൽ 40 ദിവസം തുടർച്ചയായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചതിൽ എത്ര കുട്ടികളാണ്? 4 കുട്ടികളല്ലേ ഉണ്ടായി? 4 ആളുണ്ടായിരുന്നു. അതുപോലെ 4 സൈക്കിൾ കൊടുക്കാനുള്ള സാമ്പത്തികം ഇപ്പമല്ല. എൻ്റെ ഗ്രൂപ്പിൽ ഇനി ആരെങ്കിലും അങ്ങനെ സാമ്പത്തികമായിട്ട് തരുന്നവരുണ്ട് എന്ന് വെച്ചാൽ, അതായത് നമ്മളെ ഗ്രൂപ്പിലോട്ട് അലൂമിനിയം ഗ്രൂപ്പിൽ ഉണ്ടെന്ന് വെച്ചിട്ട് 3 കുട്ടികൾക്കും കൂടി കൊടുക്കാം. ഈ വോയിസ് കേൾക്കുന്ന ആളുകൾക്ക് അതിന് തയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാക്കുന്ന നറുക്കെടുപ്പിലാണ് ഇപ്പോൾ ഇവന് കിട്ടിയത്. ബാക്കി വരുതാ. എൻ്റെ പേര് പറയൂ കുട്ടി. മുഹമ്മദ് നിഷാൻ. ഉറക്കെ പറയണം. നിങ്ങൾ അസ്മി ജമാൻ. നിങ്ങൾ 3 ആക്കല്ലേ, പിന്നെ സുബൈക്ക് ഉണ്ടായോ? ഇവർ 4 ആക്കാണ് കിട്ടിയത്. അതിൽ ഉസ്താദ് എന്ത് ചെയ്ത് നറുക്കെടുത്തിട്ട് ഇവൻക്കാണിപ്പോൾ സമ്മാനം അടിച്ചത്. അതെ, ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചിട്ട് കുട്ടികൾക്കുള്ളൊരു പ്രചോദനവും കൂടിയാണ്. 40 ദിവസം തുടർച്ചയായിട്ട് സുബൈക്ക് ജമാഅത്തായിട്ട് നമസ്കരിച്ച കുട്ടികൾക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട അതിൻ്റെ ഒരു ഉസ്താദിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള പദ്ധതിയാട്ടോ, കൂട്ടായിട്ട് പിരിവെടുത്തിട്ടോ മറ്റുള്ളതൊന്നുമല്ല. അതുകൂടിയ ഗ്രൂപ്പ് കൂടി അറിയിക്കുകയാണ്. ഇനി എൻ്റെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരു 3 കുട്ടിക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അതറിയിപ്പിക്കാം. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. ഇവിടെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കാര്യം ഇന്നലെ നമ്മൾ കാണാൻ ഇടയായി. 40 ദിവസം തുടർച്ചയായി സുബൈ ജമാഅത്തിന് വന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത 2 വിദ്യാർത്ഥികൾക്ക്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു സൈക്കിൾ നൽകുകയും അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്ക് അജ്മീറിലേക്കുള്ള സിയാറത്തിനുള്ള ടിക്കറ്റ് നൽകുകയും ചെയ്ത ഫറൂഖ് സുന്നി മസ്ജിദിന്റെ മുദരിസ് അബ്ദുറഹീം അഹ്സനി ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്കും ഇത് ഒരു പ്രചോദനമാവട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഉസ്താദ് ഈ കാര്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഉസ്താദിനുണ്ടായ ഒരു പ്രചോദനവും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്ന് ഉസ്താദിനുണ്ടായ സപ്പോർട്ടും വിദ്യാർത്ഥികളിൽ നിന്ന് ഉസ്താദിനുണ്ടായ അനുഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഉസ്താദിനെ ഈ വിഷയത്തിൽ ഇതിനുള്ള ഒരു പ്രചോദനം എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കൊടുവള്ളിയിലെ മാട്ടുമണ്ണിൽ ഫാറൂഖ് സുന്നി മസ്ജിദ് അൽഹംദുലില്ലാ മലപ്പുറം ജില്ലകളിൽ തന്നെ പോലെ കോഴിക്കോട് ജില്ലകളിലും ഒരുപാട് ദർസുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊടുവള്ളി പ്രദേശങ്ങളിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ വർഷങ്ങൾ പഴക്കമുള്ള ഓരോ ദർസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് മാട്ടുമണ്ണിൽ സുന്നി മസ്ജിദ്. കഴിഞ്ഞ റമദാനിന് ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ദർസിൽ 12ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. പുറമെ നാട്ടിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന് ആ ഇശാഇൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള ആ വളരെ പരിശുദ്ധമാക്കപ്പെട്ടൊരു സമയമാണല്ലോ അത്. ആ സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ച് രക്ഷിതാക്കളോട് പറഞ്ഞു. അതിനനുസരിച്ച് മക്കൾ വരികയും സാധാരണ പള്ളി ദർസിലേക്ക് ഓതാൻ വരുന്നവർക്ക് തുടക്കമായി കൊടുക്കുന്നത് 10 കിതാബ് എന്നറിയപ്പെടുന്ന കിതാബാണ്.
ആ കിതാബിലെ മുത്തഫദ്ദിദ് കുട്ടികൾക്ക് ഓതി കൊടുത്തു. അതുപോലെ അർബഈൻ ഹദീസ്, ആ ഹദീസിന്റെ കിതാബ് ഓതി കൊടുക്കുമ്പോൾ അതിലുള്ള ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ, ഓരോ ഫളായിലുകൾ പറയുമ്പോൾ, ജമാഅത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ കുട്ടികളോട് ഞാൻ പറയും, നിങ്ങൾ 40 ദിവസം തുടരെയായി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ സൈക്കിൾ വാങ്ങിത്തരണ്ടി. അതുപോലെ തന്നെ 40 ദിവസം സുബഹി നിസ്കരിക്കുകയാണെങ്കിൽ സൈക്കിൾ വാങ്ങിത്തരാമെന്നും, 40 ദിവസം 5 വക്തായി ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് അജ്മീറിലേക്കുള്ളൊരു ടിക്കറ്റ് നൽകാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40 ദിവസം കുട്ടികൾ അൽഹംദുലില്ലാ വന്നു. 15ഓളം കുട്ടികളുള്ളതിൽ 4 വിദ്യാർത്ഥികൾ തുടരെയായി വന്നു. അൽഹംദുലില്ലാ, അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതൊക്കെ ഇവരോട് പറയുന്നത്, നമ്മുടെ മക്കള് എങ്ങനെയെങ്കിലും നന്നായി വരണം. അവർ നന്നായി കഴിഞ്ഞാൽ നാളെ നമ്മൾ മരണപ്പെട്ടാൽ അവർ മുഖേന നമുക്ക് കിട്ടുന്ന ഓരോ സൽക്കർമ്മങ്ങൾ, ദുആകൾ, അതൊക്കെ ആലോചിച്ചിട്ടാണ് മക്കളോട് ഇങ്ങനെ പറഞ്ഞത്. അൽഹംദുലില്ലാ. മാത്രമല്ല അൽഹംദുലില്ലാ, മക്കള് ഇപ്പോഴും ഇന്ന് വരെ സുബഹി നിസ്കരിക്കാൻ 12ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആ കുട്ടികൾക്ക് കിട്ടിയ പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഇതുപോലെയുള്ള ഓരോ ദർസുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദീന്, നമ്മുടെ നാട് തന്നെ ഇന്ന് നല്ല രീതിയിൽ നടക്കാൻ കാരണം തന്നെ ഇതുപോലെയുള്ള ദർസുകൾ ഇന്ന് നാട്ടിലുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ഓരോ ദർസുകൾ നാട്ടിലുണ്ടാവുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇശാ മഗ്‌രിബിന് ഇടയിലെങ്കിലും നമ്മുടെ മക്കളെ ദർസുകളിലേക്ക് പറഞ്ഞയച്ച് ആ ദീനിനോടുള്ളൊരു ബന്ധം നമ്മൾ നിലനിർത്തണം. എങ്കിൽ നാളെ നമുക്ക് ആ ഒരു പഠനം കൊണ്ട് എങ്കിലും നമ്മുടെ മക്കള് നല്ല രീതിയിൽ വളർന്ന് നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ യാസീനും ഫാത്തിഹയും അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ വരെ നമുക്ക് ഉതകുന്ന ഒരു മക്കളായി നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇതുപോലെയുള്ള ദർസുകളിലേക്കൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. അൽഹംദുലില്ലാ, ഈ നാട്ടില് മാട്ടുമണ്ണില് നല്ല പ്രചോദനമാണ് ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ 4 വിദ്യാർത്ഥികൾക്ക് കൂടി സൈക്കിള് കൊടുക്കാൻ അല്ലെങ്കിൽ അജ്മീറിലേക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ളൊരു സാമ്പത്തികം നമുക്കില്ല. അതുകൊണ്ട് നറുക്കെടുപ്പിലൂടെയാണ് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കുട്ടികൾ തന്നെ ചോദിച്ചിരുന്നു, എല്ലാവരും കൂടി നിസ്കരിക്കാമെന്ന് എന്താ ചെയ്യാൻ ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് നറുക്കിടേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അടിസ്ഥാനത്തിൽ ആ 40 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞു, നമ്മൾ നറുക്കിടെല്ലാം ചോദിച്ചു. കുട്ടികളെ മുമ്പിൽ നിന്ന് തന്നെ നറുക്കിട്ടു. അതിൽ സൈക്കിളിന് അർഹനായ മുഹമ്മദ് ഷാഫി, അതുപോലെ അജ്മീർ ടിക്കറ്റിന് അർഹനായ അഷ്മിൽ സമാൻ, മറ്റു 2 കുട്ടികൾ അവർക്ക് ക്യാഷ് അവാർഡായി, ഈ 4ൽപ്പെട്ട ബാക്കിയുള്ള 2 കുട്ടികൾക്ക് ക്യാഷ് അവാർഡായിട്ട് സമ്മാനവും നൽകി. ആ നാട്ടിലെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല, ഇതിൽ 40 ദിവസം വന്ന നെറുക്കെടുപ്പിലൂടെയുള്ള ഒരു കുട്ടിക്ക് സൈക്കിളും, അതുപോലെ നെറുക്കെടുപ്പിലൂടെ ഒരു കുട്ടിക്ക് അജ്മീറിലേക്കുള്ള ടിക്കറ്റുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ സൈക്കിള് ബാക്കിയുള്ള 3 വിദ്യാർത്ഥികൾക്കും, 4 വിദ്യാർത്ഥികളാണ് തുടരെയായി വന്നത്, 4ൽ 3 വിദ്യാർത്ഥികൾക്ക് കൂടി സൈക്കിൾ കൊടുക്കണമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അള്ളാഹു
നല്ല രീതിയിൽ വിജയിപ്പിച്ച് തെരുമാറാവട്ടെ. അതിനൊക്കെ ഇടപെടുന്നവർ, പ്രത്യേകിച്ച് പ്രവാസികൾ, ഒരുപാട് ആളുകൾ ഇടപെടുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തെരുമാറാവട്ടെ. വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ കൊടുത്തെന്ന് പറഞ്ഞു. ആ വിദ്യാർത്ഥികൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2 വിദ്യാർത്ഥികളുടെ പേരെന്താണ്? അവർ സ്ഥിരമായി പള്ളിയിൽ പോയും വരുന്നുണ്ടോ? ഇന്ന് ഈ 4 വിദ്യാർത്ഥികളും സ്കൂള് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ പള്ളിയിലേക്ക് വരുന്ന കുട്ടികളാണ്. പ്രത്യേകിച്ച് ഇത് പറഞ്ഞതിന് ശേഷം ദിവസവും അവർ കഴിയുന്നതും അവരെ കൊണ്ട് പരമാവധി അവർ ജമാഅത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വിദ്യാർത്ഥികളാണ്. മാത്രമല്ല ഈ 40 ദിവസം മാത്രമല്ല, 40 ദിവസം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 10 ദിവസമായി. എന്നിട്ടും കുട്ടികൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു നല്ല ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഇതുപോലെ നമുക്ക് നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് കിതാബുകളിലൊക്കെ കാണാം 40 ദിവസം ഒരു വിഷയം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായി ചെയ്തു പോകും എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് 40 ദിവസം എന്ന് തന്നെ പറഞ്ഞത്. സൈക്കിള് കിട്ടിയ വിദ്യാർത്ഥിയുടെ പേര് മുഹമ്മദ് ഷാഫി. അജ്മീറിലേക്ക് ടിക്കറ്റ് നൽകിയത് അഷ്മിൽ ജമാൻ എന്ന കുട്ടിക്കുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് എന്താണ്? രക്ഷിതാക്കളൊക്കെ പറയുന്നത് അൽഹംദുലില്ലാ, കുട്ടികൾ പള്ളിയിലേക്ക് തന്നെ പോവാത്ത കുട്ടികൾ തന്നെ പള്ളിയിലേക്ക് പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 4 കുട്ടികൾ മാത്രമല്ല, 15ഓളം കുട്ടികൾ ഇപ്പോൾ ദർസിൽ വരുന്നുണ്ടെങ്കിൽ 12ഓളം കുട്ടികൾ സുബഹി നിസ്കരിക്കാൻ ഇപ്പോൾ അവിടെ എത്തുന്നുണ്ട്. അവർ എല്ലാവർക്കും രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് നല്ല റാഹത്താണ്. ഓരോ രക്ഷിതാക്കൾ വിളിച്ചിരുന്നു, നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്, എന്താണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ വിളിച്ചിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഉസ്താദ് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. ഇത് മറ്റുള്ള മഹലിലും അതുപോലെ തന്നെ എല്ലാ ആളുകളിലും ഇത് ഒരു പ്രചോദനമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ വിഷയങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ട് ഉസ്താദുമാർക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദിനോട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉസ്താദിന് നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഉസ്താദുമായി ബന്ധപ്പെടാം. അപ്പോൾ ഇതുമായി സഹകരിച്ചതിന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അതിനു വേണ്ടിയിട്ടൊക്കെ ഉസ്താദിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ എത്തിക്കുക.